ശ്രീ ജോസഫ് സി മാത്യു, ഇപ്പം മന്ത്രിസഭയിൽ നിന്ന് വേണമെങ്കിൽ പുറത്തു പോകാമെന്ന തീരുമാനമെടുക്കാം. മന്ത്രിസഭയിൽ ക്യാബിനറ്റ് മീറ്റിംഗിൽ നിന്ന് ബഹിഷ്കരിച്ചിട്ടുള്ളവരാണല്ലോ CPI തുടങ്ങിയ വിമർശനങ്ങൾ വരുമ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട് എങ്കിൽ, ഈ സർക്കാരിന്റെ ഭാഗമാകുന്നുണ്ട് എങ്കിൽ, ഈ സർക്കാരിന്റെ അല്ലെങ്കിൽ ആ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുടെ നിലപാടിന് ആ നിലയ്ക്ക് ചേർന്ന് പോവുക, അതിനപ്പുറത്തേക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എങ്കിൽ അതുകൂടി ഇവിടെ ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നൊരു സമീപനം. ഇപ്പൊ CPI ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ആഴ്ചപ്പാടും കാഴ്ചപ്പാടും എന്ന നിലയ്ക്ക് പല കാര്യങ്ങളിൽ പല അഭിപ്രായങ്ങൾ, ഇപ്പോൾ കാനം ഒരുപാട് തവണ അതിന്റെ പേരിൽ വിമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു നേതാവാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് ഒരു പക്ഷേ അത്തരമൊരു പ്രതികരണം നടത്തിയിട്ടുണ്ടാവുക എന്നുകൂടി വിചാരിക്കുന്നു. അതായത് രാഷ്ട്രീയ വേട്ട എന്ന് പറയുന്ന ശ്രീ ജേക്കബ് ജോർജ് സർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതൊരു രാഷ്ട്രീയ വേട്ടയാണ് എന്ന ആഖ്യാനത്തിൽ ഊന്നിക്കൊണ്ട് പ്രതികരിക്കാനുള്ള, അതിനെ പ്രതിരോധിക്കാനുള്ള മുഴുവൻ തീരുമാനത്തിനെയും കടക്കൽ കത്തിവെക്കുന്ന ഒരു പ്രതികരണമാണ് ബിനോയ് വിശ്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളത് കൊണ്ടാണ്. ഇത് ഒറ്റയ്ക്ക് നേരിടേണ്ടുന്ന കാര്യമാണ്. ഇതൊരു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പ്രായപൂർത്തിയായ ഒരു സംരംഭക എന്ന നിലയ്ക്ക് അവർ നേരിടേണ്ടുന്ന ഒന്നാണ്. അതിനെ ഇടതുമുന്നണിയുമായി, അതിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി, അല്ലെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ രണ്ടുപേർക്കും ബാധകമാണ്. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി കൂട്ടിക്കേറ്റേണ്ടതില്ല എന്ന് ബിനോയ് വിശ്വമാണ് പറയുന്നത്. എങ്ങനെ എതിർക്കും, എങ്ങനെ എതിർക്കാതിരിക്കും? മാധു, ഇതിനെ രാഷ്ട്രീയമായി നേരിടേണ്ടതാണ്, ഇത് അങ്ങനെ ഒരു കേസാണെന്നൊരു ഒരു കാഴ്ചപ്പാട് മുഖ്യമന്ത്രിക്കില്ല. കാഴ്ചപ്പാടായാലും ആഴ്ചപ്പാടായാലും മുഖ്യമന്ത്രിക്കില്ല. മുഖ്യമന്ത്രി പറയുന്നത് ഇതിനെ കോടതിയിൽ നേരിട്ട് കൊള്ളാമെന്നാണ്, നിയമപരമായി നേരിട്ട് കൊള്ളാമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇത് മറ്റ് ഇവിടെ സംസാരിച്ച പല കാര്യങ്ങളോടും എനിക്ക് വിയോജിപ്പുണ്ട്. ഞാൻ മെർക്കിൻസ്റ്റൺ കേസിൻ്റെ കാര്യം പറഞ്ഞു. മെർക്കിൻസ്റ്റൺ കേസിൻ്റെ വിഷയത്തിൽ ബിനോയ് വിശ്വം അല്ല പ്രതിസ്ഥാനത്ത്. അതിൻ്റെ വിഷയങ്ങൾ അറിയാവുന്നവരോട് ചോദിച്ചാൽ അത് കൂടുതൽ മനസ്സിലാവും. അതുകൊണ്ട് അത് ബിനോയ് വിശ്വത്തെ ഏതാണ്ട് ഔദാര്യത്തിൻ്റെ ഭാഗമായി സംരക്ഷിച്ചു എന്നൊക്കെ റെജി ലൂക്കോസ് പറഞ്ഞത് അത് ശരിയല്ല, വസ്തുതാപരമായി ശരിയല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രണ്ടാമത്, ഒരു CPI-CPM മൂപ്പിളമ തർക്കത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു വിഷയമായിട്ട് പോലും ഞാൻ ഇതിനെ കാണുന്നില്ല. ഈ അഴിമതി കേസുകളെ സംബന്ധിച്ചിടത്തോളം അത്തരം ആരോപണങ്ങൾ വരിക എന്നുള്ളത് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ ഗുരുതരമായ സാഹചര്യമാണ്. അത് വളരെ അപൂർവമായി മാത്രം വന്നിട്ടുള്ള ഒരു വിഷയമാണ്. ഇപ്പോൾ VS-ൻ്റെ മകനെതിരായിട്ട് അദ്ദേഹം ലോട്ടറി കേസിൽ ഇടപെട്ടു എന്ന് പറഞ്ഞ ആരോപണം വന്നപ്പോൾ VS എങ്ങനെ പ്രതികരിച്ചു? അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്താണ്. അദ്ദേഹം പറഞ്ഞത് അവൻ പ്രായപൂർത്തിയായ വ്യക്തിയാണ്, അവനെതിരെയുള്ള കേസ് നിയമപരമായി നേരിടാൻ അവനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ലോട്ടറി കേസിൽ ഇടപെട്ടു എന്നുള്ളൊരു ആക്ഷേപം വന്ന സ്ഥിതിക്ക് ആ വിഷയവും കൂടി CBI അന്വേഷണത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്താൻ സംസ്ഥാനം ഔദ്യോഗികമായി ആവശ്യപ്പെടും. അങ്ങനെ കത്ത് കൊടുത്തു. അദ്ദേഹത്തിനെതിരെയുള്ള മുഴുവൻ ആരോപണവും പ്രതിപക്ഷ നേതാവ് എഴുതി തന്നാൽ അദ്ദേഹം പറയുന്ന വ്യക്തിയെ കൊണ്ട് അന്വേഷിപ്പിക്കാം, ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കാം എന്നാണ് നിലപാടെടുത്തത്. കോടിയേരി ബാലകൃഷ്ണൻ എടുത്ത നിലപാട്, അതായത് പാർട്ടിയുടെ ഒരു നിലപാട് വളരെ വ്യക്തമായിരുന്നു. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സാഹചര്യം ഇപ്പം കാണുന്നത് പോലെ കുടുംബത്തെ കൂടി സംരക്ഷിച്ചു കൊണ്ട് വേണം പോകാൻ എന്നുള്ളൊരു സാഹചര്യം ഇതിനു മുമ്പ് എടുത്തിട്ടില്ല. അങ്ങനെ ഒറ്റയ്ക്ക് വിട്ടാൽ സംരക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് പാർട്ടിയുടെ മുഴുവൻ വെയിറ്റും കൂടെ കൂട്ടത്തിൽ കെട്ടുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ചെയ്തത് എന്താണ്? ഈ കമ്പനി ചെയ്തത്, ഇവിടെ കമ്പനി രജിസ്റ്റർ ചെയ്തത് AKG സെൻറ്ററിൻ്റെ പേരിലാണെന്നുള്ളത് ശരി. അല്ലാതെ AKG സെൻറ്ററിൽ ചോദിച്ച് അവർ പറഞ്ഞതുപോലെ അല്ലല്ലോ ഈ കമ്പനി പ്രവർത്തിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും പാർട്ടി ഏറ്റെടുക്കേണ്ട കാര്യം എന്താണ്? അതിനാണോ രക്തസാക്ഷികൾ വില കൊടുത്തത്? ഈ ചോദ്യം പാർട്ടിയിലെ ഓരോ സാധാരണക്കാരൻ്റെയും മനസ്സിലുള്ള ചോദ്യമാണ്. പക്ഷേ സ്ഥാനമാനങ്ങൾ കിട്ടുന്നവർ ഒരുപക്ഷെ ആ ചോദ്യം ചോദിച്ചു കൊള്ളണം എന്നില്ല. അവിടെയാണ് ഞാൻ നേരത്തെ ഭാഷയുടെ കാര്യമൊക്കെ പറഞ്ഞത്. ഇമിറ്റേറ്റ് ചെയ്ത് നമ്മൾ അങ്ങ് വിധേയരായി അവസാനം സ്വരം പോലും അതുപോലെ ആയി വരികയാണ്. അപ്പോൾ അങ്ങനെ വരുന്നിടത്ത് നമ്മൾ അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ആവശ്യത്തിൽ കവിഞ്ഞ് ഈ CPIയോട് കയർക്കുകയാണ് ഇപ്പോൾ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. CPI എന്നൊരു പാർട്ടിക്ക് അതിനുള്ള ബാധ്യതയില്ല. CPIക്ക് അതേസമയം ഒരു വിഭിന്ന സ്വരം സ്ട്രൈക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്, സ്വയം വളർച്ചയ്ക്ക് വേണ്ടി എന്നൊക്കെ ശ്രീകുമാർ പറഞ്ഞത് ശരിയായിരുന്നെങ്കിൽ അവർ കലയിക്കേണ്ടിയിരുന്ന ഒരു പ്രധാന വിഷയം ആശാസമരമായിരുന്നു. അതുപോലത്തെ പല അടിസ്ഥാന വർഗത്തിൻ്റെ പ്രശ്നങ്ങളായിരുന്നു. അതിലൊന്നും അവർ ചെയ്തില്ല എന്ന് മാത്രമല്ല, അവർ ഇലക്ഷനെ അഭിമുഖീകരിക്കുന്ന ഘട്ടമായതുകൊണ്ട് അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ അവർ ഉള്ളിൽ പറയുന്നുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മളൊക്കെ അവരോട് ആശയവിനിമയം നടത്താറുണ്ട് ഇവരുമായിട്ടൊക്കെ. അപ്പോൾ ഇവർക്കൊക്കെ ഇതിലുള്ള കൺസേൺ നമുക്ക് ബോധ്യമുണ്ട്. ഞാൻ വ്യക്തിപരമായി ഇന്ന ആൾക്കെന്നൊന്നും പറയുന്നില്ലെങ്കിലും. അപ്പോൾ അങ്ങനത്തെ വിഷയങ്ങളെല്ലാം നിലനിൽക്കെ ഈ വിഷയം എന്ന് പറയുന്നത്
സത്യത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള ഒരാൾക്ക് ഒരു തരത്തിലും ന്യായീകരിക്കാവുന്ന വിഷയമല്ല ഇപ്പോൾ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ CMRL എന്ന് പറയുന്ന കമ്പനിയുമായി കരാറിൽ ഏർപ്പെട്ടു എന്ന് പറയുന്നത് തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അഴിമതിയാണ്. അത് സ്വകാര്യ വ്യക്തി, അവർക്ക് അവകാശമില്ലേ എന്നൊക്കെ തത്വത്തിൽ ചോദിക്കാമെങ്കിലും ഒരു വ്യക്തി കമ്പനി തുടങ്ങാൻ പോകുമ്പോൾ അവരുടെ ഇപ്പോൾ മുഖ്യമന്ത്രി പറയാണ് എൻ്റെ ഭാര്യ അവളുടെ അമ്മ കുറച്ച് റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ തുക കൊടുത്തു, അതും കൊണ്ട് അങ്ങോട്ട് പോയി. വെറുതെ അത് അണ്ടിപ്പരിപ്പ് ഞാനില്ല. അവർ പോയ വഴിക്ക് അവിടെ കർത്തയുടെ കമ്പനി കയറി എംപവർ ഇന്ത്യയിൽ നിന്ന് പൈസയും വാങ്ങിക്കൊണ്ടാണ് പോയത്. 2015 മുതൽ ആ കമ്പനിയിൽ നിന്ന് പൈസ കിട്ടിക്കൊണ്ടിരുന്നതാണ്. 2019 മുതൽ അതിൻ്റെ സ്വഭാവം ഒന്ന് മാറ്റി അവർക്ക് കൺസൾട്ടൻസി പോലെയും അവരുടെ കമ്പനിക്ക് തുകയും കിട്ടുന്ന പ്രതിമാസം കിട്ടുന്ന രീതിയിൽ മാസപ്പടിയാക്കിയത് മാറ്റിയെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇതെല്ലാം രേഖയിലുള്ള കാര്യമാണ്. ഇനി എന്തെങ്കിലും സേവനം കൊടുത്തു എന്ന് ഇല്ല, കൊടുത്തിട്ടില്ല, വാദത്തിന് വേണ്ടി വെക്കുക. സേവനം കൊടുത്താൽ പോലും ആ കരാർ അഴിമതിയാണ്. ആ കമ്പനി അഴിമതിയിൽ പിറന്ന, അഴിമതിയിൽ ഗർഭം ധരിച്ച കമ്പനിയാണത്. അപ്പോൾ അതിനെക്കുറിച്ച് സാമാന്യ ബുദ്ധിയുള്ള ഇവിടുത്തെ രാഷ്ട്രീയം കൈകാര്യം ചെയ്ത എല്ലാ വ്യക്തികൾക്കും അറിയാം. പിന്നെ ന്യായീകരിക്കുകയാണ്. എന്താണ് മൂലധനം? മൂലധനം മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്, അല്ലെങ്കിൽ പിണറായി വിജയൻ എന്നുള്ള രാഷ്ട്രീയ നേതാവിൻ്റെതാണ്. അപ്പോൾ അതിനെ ന്യായീകരിക്കുകയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഈ സമീപനമല്ല CPM എടുത്തുകൊണ്ടിരുന്നത്. ജയ്ഷയുടെ കാര്യത്തിൽ ഈ സമീപനമാണോ എടുത്തത്? ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിന്റെ കാര്യത്തിൽ ഈ ഒരു സമീപനം ഈ കമ്പനി തുടങ്ങാനുള്ള ആദ്യ നിക്ഷേപത്തിനുള്ള പണം ഈ പറയുന്നത് പോലെ ഈ വീണ വിജയന്റെ അമ്മയുടെ പെൻഷൻ കാശിൽ നിന്നാണ് എന്ന് മുഖ്യമന്ത്രി അവകാശപ്പെടുന്നത് പോലെ ആയിരിക്കാം, നമുക്ക് അറിയില്ല. അവിടെ കൊണ്ടുപോയി ആ സംരംഭം തുടങ്ങുന്നു. അതിനുശേഷം ചില സാമ്പത്തിക പരാധീനതകളുണ്ട്, കമ്പനി നഷ്ടത്തിൽ പോകുന്നു. ആ സമയത്ത് CMRL നിന്ന് എംപവർ, ഒരു നിമിഷം, ഇത് ഞാൻ ആ ഒരു വാദമായി അവതരിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഉയർന്നു വന്ന വാദം എന്ന നിലയ്ക്ക് പറയുകയാണ്. എംപവർ ഇന്ത്യയിൽ നിന്ന് 90 ലക്ഷം രൂപയുടെ പണം വാങ്ങുന്നു. അപ്പോഴും അല്ലെ, ഒരു കരിമണൽ കമ്പനി, CMRLുമായി ബന്ധപ്പെട്ട അതേ ഡയറക്ടർ ബോർഡ് അംഗങ്ങളുള്ള ഒരു കമ്പനി, ആ കമ്പനിയിൽ നിന്ന് ഇത്രയും വലിയ എമൗണ്ട് കടം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം വരുമ്പോഴും ഇതൊരു ആരോപണത്തിന് വഴിവെക്കുമോ എന്ന ചിന്ത പോലും ഉണ്ടാകാതെ പോകുമോ? ഇനി അങ്ങനെ ഒരു ചിന്ത ഉണ്ടായത് പാർട്ടി അറിയാതെ പോകുമോ? മാധു, ഈ പറയുന്ന കഥയൊക്കെ ആരോടാണ് പറയുന്നത്? ടെക്നോ പാർക്കിലെ ലീല ബിൽഡിങ്ങിലാണ് RP ടെക് സൊല്യൂഷൻസ് എന്നുള്ള രവി പിള്ളയുടെ കമ്പനി തുടങ്ങുന്നത്. ആ കമ്പനിക്ക് തൊട്ടടുത്ത കമ്പനികൾക്ക് സ്ക്വയർ ഫീറ്റ് വാടക എത്രയാണെന്നും ആ കമ്പനിക്ക് എത്രയാണ് വാടകയെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ബാങ്ക്രപ്റ്റ് ആകുന്ന പോലെ നിന്നിരുന്ന കൃഷ്ണൻ നായരെ എന്തിനാണ് രവി പിള്ളയ്ക്ക് സബ്സിഡി കൊടുക്കുന്നതെന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. പറഞ്ഞ് കൂടുതൽ കാര്യങ്ങൾ പറയിപ്പിക്കേണ്ട. ഇതെങ്ങനെയാണ് തുടങ്ങിയതെന്നും എവിടെ നിന്നാണ് ഉത്ഭവിച്ചതെന്നും അവിടെ നിന്നാണ് പിന്നെ ഈ കമ്പനി തുടങ്ങാൻ വേണ്ടി ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഇതൊക്കെ അന്വേഷിച്ചാൽ ഇതെല്ലാം ബോധ്യപ്പെടാവുന്ന കാര്യമാണ്. ഇത് നേരത്തെ CPM പോലൊരു പാർട്ടി ഇത്തരം കാര്യങ്ങൾ മുഴുവൻ അന്വേഷിക്കുമായിരുന്നു. അല്ല, അപ്പോഴൊക്കെ പക്ഷേ വ്യക്തിപരമായി എടുക്കുന്ന തീരുമാനവും വ്യക്തിപരമായി തുടങ്ങുന്ന സംരംഭത്തിന്റെയും പ്രിവിലേജ് കിട്ടുന്നുണ്ടല്ലോ. അപ്പോഴൊക്കെ വ്യക്തിയാണല്ലോ, ഇപ്പോഴല്ലേ പാർട്ടി ആവുന്നത്. മാധു, അങ്ങനെ ഒരു വ്യക്തിക്ക് ആ സൗജന്യങ്ങൾ കിട്ടില്ല എന്ന് നമുക്കറിയാം. ഇത്തരം വളരെ പ്രമുഖരായ വ്യവസായികൾ അത്തരം സൗജന്യങ്ങൾ, there are no free lunches in life. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ പറയുന്നത് ആ ലെവലിലേക്ക് ഇറങ്ങി ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഇതിങ്ങനെ കിട്ടുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളൂ, ആ വ്യക്തിക്ക് മാത്രം കിട്ടുന്നത്. അങ്ങനെ ചില സ്റ്റാർട്ടപ്പുകൾ ഇവിടെ ഉണ്ട്. ഈ മക്കൾ ബിനാമികളായി പ്രവർത്തിക്കുന്ന ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. പലരും അവരുടെ സ്ഥാപനങ്ങളിൽ വലിയ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തും മറ്റു പലതും ഒക്കെ ഇരുന്നാണ് കിട്ടിയിരുന്നെങ്കിൽ ഇത് ഒരു പടി കൂടി കടന്ന് ഇതുപോലത്തെ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുകയും അവർക്ക് സൗജന്യമായി കോൺട്രാക്റ്റുകൾ കിട്ടുകയും ആ കോൺട്രാക്റ്റുകളുടെ പേരിൽ ചെയ്യാത്ത സേവനത്തിൻ്റെ പേരിൽ പണം ബാങ്കുകളിലേക്ക് വരികയും എല്ലാം ചെയ്യുന്നത് അഴിമതിയാണ്. അത് ടാക്സ് അടച്ചുകൊണ്ട് അഴിമതി അല്ലാതാവില്ല. മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ ചോദിക്കുകയാണ്, ടാക്സ് അടച്ചാൽ പിന്നെ കള്ളപ്പണമാകുമോ? നമ്മൾ ഒറ്റ വാചകം കൂടി മാധു, ഒറ്റ കാര്യം കൂടി. ലോട്ടറി കേസിൽ നമുക്ക് ലോട്ടറികളുടെ കാര്യം അറിയാം. ഇവിടെ ലോട്ടറി അടിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് അതിൽ കൂടുതൽ പണം കൊടുത്തുകൊണ്ട് ആ ലോട്ടറി ടിക്കറ്റ് വാങ്ങുന്ന ഒരു മാഫിയ ഇവിടെ ഉണ്ടെന്നുള്ളത് നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് അവർ ചെയ്യുന്നത്? എന്തിനാണ് അവരെ പണം കൊടുക്കുന്നത്? അപ്പോൾ ഇത് വൈറ്റ് ആക്കുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാതെ അത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ചോദ്യം കൊണ്ട് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത് അതാണ് എന്നുള്ളതാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണം.